എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പാലക്കാട് നിന്ന് നമ്മ വന്നിരിക്കുന്നത് നമ്മളുടെ സ്വന്തം തൃശ്ശൂർ പൂരം കാണാനാണ്. അപ്പൊ പരിപാടി ചന്തം പോലെയുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടോളി. പിന്നെ ചെടുക്കനിയുള്ള പൂരമാണ്, കണ്ടില്ലേ? അപ്പൊ അതിന്റെ കാഴ്ചകള് ചെടുക്കനെ കണ്ടോളി. നമ്മുടെ ശക്തന്റെ പൂരം കാണാൻ എങ്ങനെ പോവാണ്ടിരിക്കുക? നേരെ വിട്ടു തൃശ്ശൂർക്ക്. അവിടെ എത്തുമ്പോഴേക്കും ഘടകപൂരങ്ങൾ ഓരോന്നായിട്ട് വടക്കുന്നാഥനെ തൊഴുതു മടങ്ങിക്കഴിഞ്ഞു. ഇനി എലഞ്ഞിത്തറ മേളമാണ്. എന്തായാലും മേളം കാക്കാണ്ട് വരാൻ പറ്റില്ലല്ലോ. നേരെ ഞങ്ങൾ പോയിരുന്നത് എലഞ്ഞിത്തറ മേളം കേൾക്കാൻ വടക്കുന്നാഥന്റെ തിരുസന്നിധിയിൽ. നമ്മുടെ പാലക്കാട് രഘുനാഥ് ചേട്ടൻ വന്നിട്ടുണ്ട്. അടിപൊളിച്ചോ? പിന്നല്ലുണ്ട് അടിപൊളി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തൃശ്ശൂരുകാരുടെ സ്നേഹത്തിൽ നമ്മുടെ കോട്ടയം സഞ്ജുവേട്ടൻ്റെ വക ബിരിയാണി തന്നിട്ട് ഞങ്ങൾ എലഞ്ഞിത്തറ മേളം കേൾക്കാൻ വേണ്ടിയിട്ട് വടക്കുന്നാഥൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും നല്ല തിരക്ക്. അച്ഛനെ കാണാണ്ടായി. അങ്ങനെ എലഞ്ഞിത്തറ മേളം കേട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെയും തിരിച്ചു കിട്ടി. അപ്പം എന്തായാലും അത് കഴിഞ്ഞപ്പോഴേക്കും കുടമാറ്റമല്ലേ. ഇനി കുടമാറ്റം നടന്നു കാണണം. തിരക്കിൻ്റെ പൂരമാണ് തൃശ്ശൂർ പൂരം. കാര്യം തിരക്കിൻ്റെ പൂരമാണെങ്കിൽ ഇതൊന്നും പോയി ജീവിതത്തിൽ അനുഭവിച്ച് കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് മലയാളി. ഇത് ആനപ്പുറത്ത് നോക്കണു നമ്മളുടെ പാലക്കാട്ടുകാരൻ ചന്തം പോലെ കൈവീശുന്നു. തെക്കോട്ടിറക്കവും കുടമാറ്റവും തൃശ്ശൂരുകാരൻ്റെ അഹങ്കാരമാണെങ്കിൽ ആ അഹങ്കാരം ഒന്ന് കാണാൻ പാലക്കാട് നിന്ന് നമ്മളവിടെ എത്തിയപ്പോൾ അഹങ്കാരമല്ല, സ്നേഹമാണ് നമ്മളെ വരവേറ്റത്. തൃശ്ശൂരിൻ്റെ സ്നേഹം. അതാണ് ഈ കാഴ്ചയുടെ ഏറ്റവും വലിയ ഭംഗി. ഒരു പൂരക്കാലത്തിനുകൂടി സമാപനമായിക്കൊണ്ട് വിവിധ വർണ്ണ കുടകൾ മാറി ഇനി അടുത്ത പൂരപ്പറമ്പ് കാണാം.